റിപ്പോർട്ടർ ബ്രേക്കിംഗ്. SSLC പരീക്ഷയിലെ സ്ക്രൈബ് സംവിധാനത്തിൽ അട്ടിമറിയത് പരാതി. വിജയ ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി പഠനത്തിൽ പിന്നാക്കമുള്ള വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ സ്കൂളുകൾ സ്ക്രൈബ് സംവിധാനം അട്ടിമറിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥിയും ഷൊർണൂർ ത്രാങ്ങാൽ സ്വദേശിയുമായ അർജുന്റെ പരാതി. അനധികൃതമായി വൈകല്യ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയാണ് സ്കൂളുകൾ സ്ക്രൈബ് സംവിധാനം അട്ടിമറിക്കുന്നത് എന്ന് അർജുൻ ആരോപിക്കുന്നു. 40% അധികമോ വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ അർഹതയുള്ളത്. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അർജുൻ പരാതി നൽകി. എൻ്റെ ഒപ്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ചില കുട്ടികളെ അവരുടെ ജയ അറിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് അവർ സ്ക്രൈബ് ഉപയോഗിച്ചിട്ടാണ് എഴുതിയിരിക്കണേന്ന്. അപ്പോൾ അവർക്ക് ഒരു പഠന വൈകല്യം ഇല്ലാതെ അവർക്ക് സ്ക്രൈബ് എന്ന ആനുകൂല്യം ലഭിച്ചു. പഠന വൈകല്യം ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട ഈ സംഭവം സ്കൂളുകളിൽ 100% വിജയം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രൈബ് ആനുകൂല്യം ഉപയോഗിക്കുക. സ്കൂളുകാർ ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ട് അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഈ സ്ക്രൈബിൻ്റെ ഇതായിരിക്കുന്നത്. 2021 10,277 പേരാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് സ്ക്രൈബ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നേരെ 2025 ആയപ്പോൾ 25,863 151% വർധനവാണ്. ഒരു വലിയൊരു വർധനവാണ്. ആ വർധനവ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്കൂളുകൾ ഇത് അട്ടിമറിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. മെയിനായിട്ട് ഈ സംഭവം +2 സീറ്റ് പ്രതിസന്ധിയിൽ വരെ ഇത് കാരണമാവുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഇതിന്റെ സവിശേഷത ഒരു കുട്ടി തന്നെ, ഒരു വിദ്യാർത്ഥി തന്നെ ഇതിൽ പരാതിക്കാരനായി മാറുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് അട്ടിമറിക്കപ്പെടുന്നത്? അതിന് സ്കൂളുകളും ഡോക്ടർമാരും അടക്കം അതിൽ പങ്കാളികളാകുന്നു എന്ന ആരോപണവും ഉണ്ടാകുന്നു. മാധു, ഈ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് ഇപ്പോൾ ഷൊർണൂർ ത്രാങ്ങാലി സ്വദേശിയായിട്ടുള്ള അർജുൻ ഉള്ളത്. അർജുൻ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ പരാതിയായി പറയുന്നത് SSLC പരീക്ഷകളിൽ ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. പക്ഷേ 40% അല്ലെങ്കിൽ അതിലധികമോ വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിൽ ചില സ്കൂളുകൾ അവരുടെ സ്കൂളുകളുടെ ഈ വിജയ ശതമാനം 100%ലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി പഠനത്തിൽ പിന്നോക്കമുള്ള വിദ്യാർത്ഥികൾക്ക് വരെ ഈ സ്ക്രൈബ് സംവിധാനം ചെയ്തു നൽകുകയാണ്. പ്രത്യേകിച്ചും ഈ വൈകല്യ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അത് തെറ്റായ മാർഗങ്ങളിലൂടെ തരപ്പെടുത്തി എടുക്കുകയും പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി ഉണ്ടാക്കിയ ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിക്കുകയാണ്. ഇതിന് പിന്നിൽ സ്കൂളുകളും അതുപോലെ തന്നെ ചില ഡോക്ടർമാരും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അർജുൻ്റെ കണ്ടെത്തൽ. RTI പ്രകാരം അർജുൻ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ 2021 ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് പരീക്ഷ എഴുതിയത് 10,277 വിദ്യാർത്ഥികളാണ്. പക്ഷേ ഇത് 2025 വന്നപ്പോൾ 25,863 ഉയരുകയാണ്. അതായത് ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് 2025 ആകുമ്പോഴേക്കും 150% വിദ്യാർത്ഥികൾ സ്ക്രൈബ് സംവിധാനം ഉപയോഗിച്ച് പരീക്ഷ എഴുതി എന്നുള്ളതാണ് ഈ RTIയിലും വ്യക്തമാകുന്നത്. ഇത്തരത്തിലൊരു വർധനവ് ഈ സ്ക്രൈബ് സംവിധാനം ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളിൽ ഉണ്ടാവാൻ തന്നെ കാരണം ഇതൊരു അട്ടിമറിക്കപ്പെട്ടു ഈ സംവിധാനം എന്നുള്ളതുകൊണ്ടാണ്. ഏതായാലും ഇതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. കാരണം അതല്ലെങ്കിൽ പിന്നീട് യഥാർത്ഥത്തിൽ ഈ അവകാശം ലഭിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അത് കിട്ടാതെ പോവും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സീറ്റുകളുണ്ട്, കോട്ടകളുണ്ട്. അതിലേക്ക് ഉൾപ്പെടെ ഈ തെറ്റായ മാർഗങ്ങളിലൂടെ ഈ പരീക്ഷ എഴുതി വരുന്ന വിദ്യാർത്ഥികൾ കടന്നുകൂടും. അതിന് യാതൊരു രീതിയിലും ഇട നൽകരുത്. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിലാണ് അർജുൻ. നിലവിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അർജുൻ പരാതി അട്ടിമറിച്ചുകൊണ്ട് വിജയ ശതമാനം വർദ്ധിപ്പിക്കുന്നു. അത് പിന്നീട് സീറ്റുകളിലടക്കം ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയാണ് ഒരു വിദ്യാർത്ഥി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്.